ഇന്ന് ഏപ്രിൽ 22-ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്ട്രോങ് കറക്ഷൻ കാണാൻ കഴിഞ്ഞു. നിഫ്റ്റി 50 ഏതാണ്ട് 24,378-ലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 24,500 താഴേക്ക് നല്ലൊരു വീഴ്ച കാണാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ സെൻസെക്സും 78,516-ലാണ് ക്ലോസ് ചെയ്തത്. ഏതാണ്ട് 650 പോയിന്റിന്റെ ഒരു ഫോൾ ആണ് ഇവിടെ കണ്ടത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി 57,124-ൽ ക്ലോസ് ചെയ്തു. മാർക്കറ്റ് മുഴുവൻ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. എസ്പെഷ്യലി IT സെക്ടർ ഒരു വലിയ ട്രാഗ് ആയിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇന്നത്തെ ആ ഒരു വീഴ്ചയുടെ പ്രൈമറി റീസൺസ് നോക്കുകയാണെങ്കിൽ ഒരു HCL ടെക്കിന്റെ ഒരു വീക്ക് റിസൾട്ട്, അതുപോലെ തന്നെ ഒരു പൂർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ്, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇപ്പോഴും അവസാനിക്കാതെ തുടരുന്നതും, അതേപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില വീണ്ടും $100 അടുത്തേക്ക് എത്തുന്നതും, അതുകൊണ്ട് തന്നെ റുപ്പി വീക്ക് ആയതും ഒക്കെ ആ ഒരു സെന്റിമെന്റിനെ ഒന്നുകൂടി പ്രഷർ ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. ഓവറോൾ ക്ലിയർലി ബിയേഴ്സ് കൺട്രോൾ ചെയ്ത ഒരു മാർക്കറ്റ് തന്നെ ആയിരുന്നു ഇന്ന് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഇന്നത്തെ ഇമ്പോർട്ടന്റ് മാർക്കറ്റ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ HCL ടെക്നോളജീസ് 10% ക്രാഷ് ചെയ്തു. Q4 റിസൾട്ട് എക്സ്പെക്ടേഷൻസ് മിസ് ചെയ്തു. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇയർ 27 ഗൈഡൻസ് ജസ്റ്റ് 1 to 4% ഗ്രോത്ത് കൊണ്ടുവന്നു. ഗ്ലോബൽ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ US-Iran സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടും അൺസർട്ടനിറ്റി ക്ലിയർ ആയില്ല എന്നുള്ളത് തന്നെയാണ്. ക്രൂഡ് ഓയിൽ പ്രൈസ് സ്പൈക്ക്, ഇൻഫ്ലേഷൻ ഫിയർ ഒക്കെ മാർക്കറ്റ് സെന്റിമെന്റ് വീക്ക് ആകുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. ടോപ്പ് 3 സ്റ്റോറീസ് നോക്കുകയാണെങ്കിൽ HCL ടെക്നോളജീസ് ബിഗസ്റ്റ് ലൂസർ ആയിരുന്നു. IT സെന്റിമെന്റ് ഓവറോൾ വീക്ക് ആയത് ഒരു പ്രധാന കാരണമായിട്ട് കാണാം. അതുപോലെ തന്നെ നെസ്ലെ ഇന്ത്യ 52 വീക്ക് ഹൈ, Q4 പ്രോഫിറ്റ് 27% ജമ്പ് ചെയ്ത് മുന്നോട്ട് പോയി. ഒരു സേഫ് ഹെവൻ ബൈയിങ് ആയിട്ട് നെസ്ലെ ഇന്ത്യ മാറി. അതുപോലെ തന്നെ ടാറ്റ LXI പ്രോഫിറ്റ് സ്ട്രോങ് ആയിട്ടും സ്റ്റോക്ക് 5 to 6% ഫാള് കാണാൻ കഴിഞ്ഞു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ടാറ്റ കൺസ്യൂമർ, ഹള്ള്, NTPC ഒക്കെ ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ വന്നു. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ HCL ടെക്, ഇൻഫോസിസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. ഇന്നത്തെ ഒരു സിഗ്നൽ നോക്കുകയാണെങ്കിൽ ഡിഫൻസീവ് FMCG സ്റ്റോക്കുകൾ ഔട്ട് പെർഫോം ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. IT സ്റ്റോക്സ് ഹെവി സെല്ലിംഗ് പ്രഷർ കാണിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നാളത്തെ ഒരു മാർക്കറ്റ് പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ക്രൂഷ്യൽ സോണിൽ തന്നെയാണ് മാർക്കറ്റ് ഇവിടെ ഉള്ളത്. ക്രൂഡ് ഓയിൽ $100 ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണേണ്ടി വരും. അതുപോലെ തന്നെ IT സ്റ്റോക്സ് സെല്ലിംഗ് തുടരുകയോ അല്ലെങ്കിൽ നിഫ്റ്റി 24,300 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് മൊമെന്റം ഇനിയും നമുക്ക് കാണാൻ കഴിയും. മറിച്ചാണെങ്കിൽ ഒരു റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. നാളത്തെ മാർക്കറ്റ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.